CPMന് അപ്രതീക്ഷിത തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. ആദ്യം നിങ്ങൾ നേരെയാകൂ, എന്നിട്ട് മറ്റുള്ളവരെ നേരെയാക്കൂ എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. സ്വന്തം ദേശത്തെ കാര്യങ്ങൾ നോക്കാതെ മറ്റുള്ളതിലേക്ക് ശ്രദ്ധ തിരിക്കുന്നത് അനാവശ്യമാണെന്നാണ് കോടതി പറഞ്ഞത്. ഗാസയിലെയും പാലസ്തീനിലെയും പ്രശ്നം നോക്കാതെ ദേശസ്നേഹികളാകൂ എന്ന വിചിത്ര നിർദ്ദേശമാണ് CPMന് ബോംബെ ഹൈക്കോടതി നൽകിയത്. ഗാസയിലെ വംശഹത്യക്കെതിരെ പ്രതിഷേധിക്കുന്നതുമായി ബന്ധപ്പെട്ട് CPIM സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ടാണ് ബോംബെ ഹൈക്കോടതി ഇത്തരത്തിലൊരു നിർദ്ദേശം പുറപ്പെടുവിച്ചത്. ആസാദ് മൈതാനത്തിൽ സംഘടിപ്പിക്കാനിരുന്ന പ്രതിഷേധം മുംബൈ പോലീസ് നിഷേധിച്ചതിനെതിരെ സമർപ്പിച്ച ഹർജിയാണ് കോടതി തള്ളിയിരിക്കുന്നത്. ആയിരക്കണക്കിന് മൈലുകൾ അകലെയുള്ള പ്രശ്നങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം ഇന്ത്യയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ കേന്ദ്രീകരിക്കണം എന്ന വിചിത്രവാദമാണ് കോടതി ഉന്നയിച്ചത്. ജസ്റ്റിസുമാരായ രവീന്ദ്ര ഗുഹെ, ഗൗതം അൻഘട്ട് എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് നടപടി. നമ്മുടെ രാജ്യത്തിന് ആവശ്യമായ പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ എല്ലാവരും അതിലേക്ക് ശ്രദ്ധ തിരിക്കണം. ഗാസയിലെയും പാലസ്തീനിലെയും പ്രശ്നത്തെയാണ് നിങ്ങൾ നോക്കുന്നത്. നമ്മുടെ രാജ്യത്തെ നോക്കൂ, ദേശസ്നേഹികളാകൂ. ഇത് ദേശസ്നേഹമല്ല എന്നാണ് കോടതി പറഞ്ഞത്. മാലിന്യം തള്ളൽ, മലിനീകരണം, വെള്ളപ്പൊക്കം തുടങ്ങിയ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് പാർട്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത സംഘടനയാണ് നിങ്ങളുടേത്. മാലിന്യം തള്ളൽ, മലിനീകരണം, വെള്ളപ്പൊക്കം തുടങ്ങിയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കൂ. ഞങ്ങൾ ഒരു ഉദാഹരണം പറഞ്ഞുവെന്നേ ഉള്ളൂ. ഇതിലൊന്നും നിങ്ങൾ പ്രതിഷേധിക്കുന്നില്ല, പക്ഷെ 1000 മൈലുകൾ അപ്പുറമുള്ള പ്രശ്നങ്ങളിലാണ് പ്രതിഷേധിക്കുന്നത്. ഇതായിരുന്നു കോടതി നിർദ്ദേശം നൽകിയത്. CPMന്റെ നയം രാജ്യത്തിന്റെ വിദേശ നയത്തിൽ നിന്നും വ്യത്യസ്തമാണെന്ന് പറഞ്ഞ കോടതി ഇത്തരം പ്രതിഷേധങ്ങൾക്ക് പിന്നാലെയുള്ള നയതന്ത്രപരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഇന്ത്യയുടെ വിദേശ നയത്തിലെ ആശങ്ക ചൂണ്ടിക്കാണിച്ച് ഗാസയിലെ വംശഹത്യയിൽ പ്രതിഷേധിക്കുന്നതിനായി ഓൾ ഇന്ത്യ സോളിഡാരി ഓർഗനൈസേഷൻ നൽകിയ അനുമതിയാണ് ജൂൺ 17-ന് മുംബൈ പോലീസ് തള്ളിയത്. ഇതിനെതിരെയായിരുന്നു CPIM ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നിരുന്നാലും കഴിഞ്ഞ വർഷം ഡിസംബറിൽ സമാനമായ ഒരു പ്രതിഷേധം നടന്നിരുന്നു. വിശ്വ ഹിന്ദു പരിഷത്ത് പോലുള്ള തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകൾ ഉൾപ്പെടെ നൂറുകണക്കിന് പ്രതിഷേധക്കാർ അയൽ രാജ്യത്ത് കസ്റ്റഡിയിലെടുത്ത ഇസ്കോൺ പുരോഹിതൻ ചിന്മോയ് കൃഷ്ണദാസിനെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മുംബൈയിലെ ബംഗ്ലാദേശ് ഡെപ്യൂട്ടി ഹൈക്കമ്മീഷന് പുറത്ത് തടിച്ചുകൂടിയിരുന്നു. ഗാസയിലെ വംശഹത്യക്കെതിരെയും പാലസ്തീനികളോടുള്ള ഐക്യദാർഢ്യത്തിനും വേണ്ടിയും നടന്ന സമാനമായ നിരവധി പ്രതിഷേധങ്ങൾ അടുത്തിടെ വെട്ടിക്കുറക്കപ്പെട്ടും എന്നതും ശ്രദ്ധേയമാണ്. അവയിൽ പലതും പോലീസ് നടപടികളും തടങ്കലും നേരിടേണ്ടി വന്നിട്ടുണ്ട്.